നോക്കൂ ധന്യ, ഞാൻ നേരത്തെ പറഞ്ഞു വന്നതിന്റെ ഒരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു തീരുമാനം, നയപരമായ ഒരു കാര്യത്തിൽ ഇങ്ങനെ മാത്രം ഒരു തീരുമാനം എടുക്കേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പക്ഷേ CPM-ന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് എന്താണ്? CPM-ന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് സെക്രട്ടേറിയറ്റ് പോലും ഈ വിഷയത്തിലെ തീരുമാനം അറിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് വ്യക്തമായിരിക്കുകയാണ്. ഉന്നത നേതാക്കൾ അറിഞ്ഞിട്ടില്ല. മാത്രവുമല്ല, വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും മാത്രം അറിഞ്ഞുകൊണ്ടാണ് തീരുമാനത്തിലേക്ക് നീങ്ങിയത് എന്ന് ആ ദിവസങ്ങളിലെ നടപടികളുടെ ഒരു സ്വഭാവം കണ്ടിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് നമുക്കത് വ്യക്തമായതാണ്. തീർച്ചയായിട്ടും അത് തന്നെ. അപ്പോൾ അങ്ങനെയുള്ള തീരുമാനം, അത് നയപരമായ ഒരു കാര്യത്തിലുള്ള ആ തീരുമാനം എടുക്കുന്നതിൽ CPI-യും CPM-ഉം തമ്മിലുള്ള വ്യത്യാസം എക്സ്പോസ്ഡ് ആയി എന്നുള്ളതാണ് ഒരു വശം. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ CPI ഇനി ഈ വിഷയത്തിൽ ഒരു കാര്യത്തിലും വഴങ്ങാൻ ഇടയില്ല എന്ന് വേണം കാണാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാമ്പത്തിക അവസ്ഥയുടെ പ്രശ്നം അവർക്കും വ്യക്തമായി അറിയുന്നതാണ്. സാമ്പത്തിക അവസ്ഥയുടെ പ്രശ്നം പറഞ്ഞുകൊണ്ട് CPI-യെ യോജിപ്പിച്ച് നിർത്താനുള്ള ഒരു ശ്രമം നടത്തുന്നു. അല്ലെങ്കിൽ ഇത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, PM ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം വൈകിപ്പിക്കാം എന്നൊരു നിലപാടെടുക്കുന്നു. ഒരു കോർഡിനേഷൻ കമ്മിറ്റിയെ വെക്കാം എന്ന് അനൗപചാരികമായ ഒരു സജഷൻ വെക്കുന്നു. ഇതിലൊന്നും CPI വഴങ്ങുന്നില്ല. എന്തുകൊണ്ട്? കാരണം ഈ PM ശ്രീ എന്നതിന്റെ MOU-യിലെ ആദ്യ വാചകത്തിൽ തന്നെ, അല്ലെങ്കിൽ ആദ്യ പാരഗ്രാഫിൽ തന്നെ പറയുന്നത് ഇത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാനുള്ള ഒരു പരിപാടിയാണ്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്, NEP നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് എന്ന് പറയുന്നു. ഇത് എത്ര വൈകിപ്പിച്ചാലും, PM ശ്രീ നടപ്പാക്കുന്നത് എത്ര വൈകിപ്പിച്ചുകൊണ്ട് SSK-യുടെ പണമെങ്കിലും നേടിയെടുക്കാം എന്ന ധാരണയോടുകൂടി കേരള ഗവൺമെന്റ് പ്രവർത്തിച്ചാലും NEP-യുടെ ചരടുവലികൾ അവർക്കുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് എത്രത്തോളം പോകാൻ കഴിയും? NEP-യെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരിക്കലും പിന്നോട്ടില്ലാത്ത വിധം ഭരണ സംവിധാനം ആകെ മാറ്റിമറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് വളരെയൊന്നും പിന്നോക്കം നിൽക്കാൻ, അല്ലെങ്കിൽ പൊരുതി നിൽക്കണം. MK സ്റ്റാലിൻ തമിഴ്നാട്ടിൽ ചെയ്യുന്നത് പോലെ പൊരുതി നിൽക്കണം. നിയമപരമായ പിന്തുണ നേടണം, കോടതികളെ സമീപിക്കണം, പൊരുതണം, തെരുവിൽ പൊരുതണം. നേരത്തെ സാമ്പത്തിക വിഷയത്തിൽ സാമ്പത്തികമായിട്ട് കേരളത്തെ ഞെരുക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ മന്ത്രിമാർ പോയി ഡൽഹിയിൽ സമരമിരുന്നു. എന്തുകൊണ്ട് SSA-ക്ക് വേണ്ടി അത് ചെയ്യുന്നില്ല എന്ന ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. കേന്ദ്രം കേരളത്തെ മാത്രമല്ല പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ മുഴുവൻ ഇങ്ങനെ ഞെക്കിക്കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ പോരാടുകയാണോ വേണ്ടത്? അങ്ങനെ പോരാടുന്ന ഒരു സർക്കാരിനെയാണോ ജനങ്ങൾ തിരഞ്ഞെടുത്തത്? അതോ കേവലം കാശ് കിട്ടാൻ വേണ്ടി ഒരു തന്ത്രം എന്ന നിലയിൽ ഇത് പിടിച്ചു വാങ്ങുക, അല്ലെങ്കിൽ ഇതിൽ വഴങ്ങിക്കൊടുക്കുക, എന്നിട്ട് നമ്മുടേതായ കളികൾ നമുക്ക് നടത്തി നോക്കാം എന്ന് പറയുന്ന സർക്കാരിനെയാണോ വേണ്ടത് എന്ന ചോദ്യം. ഇത് എന്ത് കളികളാണ് സംഭവിച്ചിട്ടുള്ളത് എന്നൊരു ചോദ്യം വരുന്നത്. കാരണം PM ശ്രീ നിൽക്കട്ടെ, മറ്റ് വിഷയങ്ങളിൽ നേരത്തെ നമുക്കറിയാം CPM എടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ സർക്കാർ എടുക്കുന്ന ഒരു തീരുമാനത്തിൽ CPI എങ്ങനെയാണ് പ്രതിഷേധങ്ങൾ അറിയിച്ചിരുന്നത്, അതെങ്ങനെയാണ് സമവായത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയെന്നറിയാം. പക്ഷേ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ, കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റിനപ്പുറത്തേക്കുള്ള വിഷയങ്ങളിൽ എന്ത് നിലപാട്, അതായത് ഒരു മുന്നണിയിലെ രണ്ട് പ്രധാന ഘടകകക്ഷികൾ തമ്മിലുള്ള വളരെ ഗൗരവമായിട്ടുള്ള പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. ആ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്താണ്, ആരാണ് എന്നൊരു ചോദ്യം കൂടി വരുന്നില്ലേ? അത് നേരത്തെ ഉണ്ടായിരുന്ന CPM-നെതിരായി ഉണ്ടായിരുന്ന ആരോപണങ്ങളെല്ലാം ശരിവെക്കുന്നതല്ലേ? അതിന് സർക്കാർ മറുപടി പറയേണ്ടി വരില്ലേ?